वही रोता है। ये देखो, जिसे दर्द होता है वही रोता है भैया। आप लोगों पे लाठी हो गई चार। ये देखो भैया, ये देखो भैया निशान, ये देखो निशान। गलत बात है भैया, की भी बात ना करें। चोट लगी हुई इनको नजर आ रही है। देखेंगे कि यहाँ पर പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ ക്രൂരമായിട്ടാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് ഈ യുവാവിന്റെ പുറകിലെ ഈ മുതുകിലെ പാട് നമുക്ക് കാണാൻ സാധിക്കും. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ കയ്യിലുള്ള ലാത്തി ഉപയോഗിച്ച് ഈ യുവാവിനെ മർദ്ദിച്ചതാണ്. വലിയ മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതെന്നാണ് CJP ഇപ്പോൾ ആരോപിക്കുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ചതായിരുന്നു, എന്നാൽ അവർക്ക് നേരെയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ലാത്തി ചാർജ് നടത്തിയത്. ഇവിടെ ആ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പോലീസ് വളരെ വേഗം പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ആക്ഷൻ ഉണ്ടാവുകയായിരുന്നു, ഒരു ലാത്തി ചാർജ് ഉണ്ടാവുകയായിരുന്നു. അതുകൊണ്ട് മുൻനിരയിൽ നിന്ന് വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാണ് CJP ഇപ്പോൾ പറയുന്നത്. ഒരു പ്രകോപനവും വിദ്യാർത്ഥികളുടെയോ യുവാക്കളുടെയോ ഒന്നും ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ എത്തിയിരുന്നു. എന്നാൽ അവർക്കെതിരെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരമൊരു നടപടി ഉണ്ടായത്. നമുക്ക് കാണാം, ഈ യുവാവിന്റെയാണ്. आपको क्या हुआ? पुलिस क्या? सर प्लीज आप किसी और का मैसेज कॉन्वे कर लीजिए यार। बहुत वीडियो को मैंने दिया। मेरे एक्शन में क्या है, देखिए आधे पब्लिक को उधर रोक दी गई है, आधी पब्लिक उधर रुकी हुई है, चारों तरफ से पुलिस ने घेर रखा है। अगर पब्लिक आना चाहती है, जंतर मंतर पर जाना चाहती है, तो वो लाठीचार्ज कर रहा है और इसी लाठीचार्ज का शिकार ये भी हुए हैं। आखिर ये क्या है, സർക്കാർ ഇവർ പറയുന്നത് ആ പോലീസ് വലിയ രീതിയിൽ മർദ്ദിച്ചു, സർക്കാരാണ് ഇതിന് ഉത്തരവാദി എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ മർദ്ദനമേറ്റ യുവാവിന് നമ്മളോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രയധികം പോലീസിൽ ആത്തിവെച്ച് അടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. മുൻനിരയിൽ നിന്ന ആളുകളാണ്, അവർക്കെതിരെയാണ് ഇത്തരമൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് വളരെ വേഗം ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം, നിരവധി ഡൽഹി പോലീസിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയും എല്ലാമാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത്. അവർ നിരത്തിയാണ് ഈ പ്രതിഷേധത്തെ നേരിടാനായിട്ട് സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. ഈ ബാരിക്കേഡ്, ഇതാണ് പ്രധാന ബാരിക്കേഡ്. ഈ ബാരിക്കേഡ് മറികടക്കാനായിട്ട് നേരത്തെ ശ്രമിച്ചതാണ് ഇത്തരമൊരു ലാത്തി ചാർജിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന് തൊട്ട് പിറകിലായിട്ടാണ് കേരള ഹൗസ് ഉള്ളത്. ഇതിന് മുന്നിലൂടെ വേണം പാർലമെന്റിലേക്ക് കടക്കാനായിട്ട്. ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആ 1.5 കിലോമീറ്റർ പോയാൽ മാത്രമേ അവർക്ക് പാർലമെന്റിൽ മുന്നിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പാർലമെന്റിലേക്ക് പോകുന്ന എല്ലാ വഴികളും പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബാരിക്കേഡുകളെല്ലാം മറികടന്ന് വേണം പോകാൻ. അത്തരത്തിൽ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ നേരത്തെ ഉണ്ടായ പോലത്തെ ലാത്തി ചാർജ് ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകും. വിദ്യാർത്ഥികൾ, യുവാക്കൾ, ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് നിരന്തരം അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ മടങ്ങിപ്പോകില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആ നിലപാട്. പോലീസിന്റെ ഈ ആവശ്യങ്ങൾ, അതായത് പോലീസ് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം അത്രയധികം വിദ്യാർത്ഥികളെ എത്തിയിട്ടുണ്ട്. അവരെ ഇനിയിപ്പോൾ ഏത് നിലയിലാണ് പോലീസ് പിരിച്ചുവിടുക എന്നുള്ളതാണ് അറിയേണ്ടത്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധം ഉയരുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലാം, മീഡിയ 1, ഡൽഹി.